ഒരു സാധാരണ രാവിലെ ചെന്നൈ നഗരത്തിന്റെ ഹൃദയഭാഗത്ത്. സൂര്യന്റെ വെളിച്ചം മറീന ബീച്ചിന്റെ തിരമാലകളിൽ തിളങ്ങുന്നു. തെരുക്കളിൽ ആളുകൾ തിരക്കിട്ടു നടക്കുന്നു. ഓട്ടോറിക്ഷകളുടെ ഹോണും തെരുവോരത്തെ ഇഡ്ഡലി സാമ്പാർ കടകളുടെ മണവും നഗരത്തിന്റെ ജീവൻ നിറയ്ക്കുന്നു. ഇതിനിടയിൽ മുരുകൻ എന്നൊരാൾ, ഒരു ഡെലിവറി ഡ്രൈവർ, തന്റെ പഴയ വാൻ ഓടിക്കുകയാണ്. മുരുകന് ഈ ജോലിയിൽ വർഷങ്ങളുടെ പരിചയമുണ്ട്. ക്ഷമിക്കണം, അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ശാന്തതയുണ്ട്. ഒരുപാട് കണ്ടതിന്റെ, അനുഭവിച്ചതിന്റെ ഒരു ഹുങ്ക്. ആരോടും വലിയ ബഹളമില്ല, പക്ഷേ സ്വയം ബഹുമാനിക്കുന്ന ഒരു മനുഷ്യന്റെ ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. ഈ രാവിലെ മുരുകന് ഒരു പ്രത്യേക ഓർഡറുണ്ട്. ചെന്നൈയിലെ ഏറ്റവും പ്രശസ്തമായ റെസ്റ്റോറന്റുകളിൽ ഒന്നായ നക്ഷത്രമെന്ന ഹോട്ടലിലേക്ക് സാധനങ്ങൾ എത്തിക്കണം. ഈ ഹോട്ടൽ അവിടെ പോകുന്നവർക്ക് മാത്രമല്ല, അവിടെ ജോലി ചെയ്യുന്നവർക്കും ഒരു അഹങ്കാരമാണ്. പുഴയിൽ നിന്ന് പിടിച്ച മീനും ഊട്ടിയിൽ നിന്നുള്ള ഓർഗാനിക് പച്ചക്കറികളും എല്ലാം ഇവിടെ വരുന്നത് മുരുകനെപ്പോലുള്ളവർ കൊണ്ടുവരുന്നതാണ്. പക്ഷേ മുരുകന് ഇങ്ങനെ ആഡംബര ഹോട്ടലുകളിൽ പോകുന്നത് പതിവില്ല. എങ്കിലും ജോലിയല്ലേ. അദ്ദേഹം തന്റെ വാൻ ഹോട്ടലിന്റെ പിന്നിലെ ഇടുങ്ങിയ വഴിയിൽ നിർത്തി. സ്റ്റാഫിന് മാത്രം എന്നെഴുതിയ വലിയ ഇരുമ്പുവാതിൽ കണ്ടാൽ ഒരു കോട്ടയുടെ കവാടം പോലെയാണ്. മുരുകൻ ബില്ലിന്റെ പേപ്പർ എടുത്തു, കയ്യിൽ ഗ്ലൗസ് ഇട്ടു, പച്ചക്കറി ബോക്സുകളും മത്സ്യവുമൊക്കെ ഒരു ട്രോളിയിൽ കയറ്റി. വാതിലിനടുത്തേക്ക് നീങ്ങുമ്പോൾ ഉള്ളിൽ നിന്ന് ചെറിയ ചിരിയും പരിഹാസവും കേൾക്കാം. മുരുകൻ തലകുലുക്കി. ഇതൊക്കെ അദ്ദേഹത്തിന് പുത്തരിയല്ല. ആളുകൾ മുൻവിധിയോടെ പെരുമാറുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് അതിനെ തൊടാതെ മുന്നോട്ടു പോകും. വാതിൽ തുറന്നപ്പോൾ ഒരു യുവാവ് വെളുത്ത ഷെഫിന്റെ കോട്ടിട്ട് മുരുകനെ ഒരു ഭാരമാണെന്ന മട്ടിൽ നോക്കി. പിന്നിൽ 2 ജോലിക്കാർ, ഒരാൾ ചിരിയടക്കുന്നു, മറ്റൊരാൾ മുരുകനെ പുച്ഛിച്ചു നോക്കുന്നു. ഇതൊക്കെ കുറച്ചു നേരത്തെ വരേണ്ടതല്ലേ, ഷെഫ് നീട്ടി വലിച്ചു പറഞ്ഞു. മുരുകൻ ശാന്തമായി, സർ, ഞാൻ കൃത്യസമയത്താണ്. ഇവിടെ പുതിയ മീനും ഓർഗാനിക് പച്ചക്കറിയുമുണ്ട് എന്ന് ബിൽ കാണിച്ചു പറഞ്ഞു. ഷെഫ് കൈവീശി, അകത്ത് വെച്ചിട്ട് വഴി മുടക്കാതെ പോ എന്ന് പറഞ്ഞു. മുരുകൻ ട്രോളി തള്ളി അകത്തേക്ക് കയറി. ഹോട്ടലിന്റെ അകം ഒരു രാജകൊട്ടാരം പോലെയാണ്. ക്രിസ്റ്റൽ ലൈറ്റുകൾ, മിനുസമുള്ള മാർബിൾ തറ, ആധുനിക അടുക്കള ഉപകരണങ്ങൾ എല്ലാം തിളങ്ങുന്നു. പക്ഷേ ജോലിക്കാരുടെ നോട്ടം മുരുകനെ പിന്തുടർന്നു. ഒരാൾ പിറുപിറുത്തു, ഇപ്പോ ഇങ്ങനെയുള്ളവരെയാണ് ഇവിടേക്ക് വിടുന്നത്. ആ വാക്കുകൾ, ആ നോട്ടങ്ങൾ എല്ലാം മുരുകന്റെ ജോലിയെ, അദ്ദേഹത്തിന്റെ മൂല്യത്തെ അവഹേളിക്കുന്നതായിരുന്നു. എങ്കിലും മുരുകൻ തലകുനിച്ച് ജോലി തുടർന്നു. അദ്ദേഹത്തിനൊരു രഹസ്യമറിയാം, അവർക്ക് അറിയാത്തത്. അതിന്റെ സമയം അടുക്കുന്നുണ്ട്. അടുക്കളയിൽ ഒരു സ്ത്രീ കറുത്ത സ്യൂട്ടിൽ, ഷെഫിന്റെ സ്റ്റേഷൻ അടയ്ക്കല്ലേ എന്ന് മുരുകനെ നോക്കാതെ വിളിച്ചു പറഞ്ഞു. മുരുകൻ മര്യാദയോടെ ശരി മാഡം എന്ന് മറുപടി പറഞ്ഞു. പക്ഷേ അവർ അദ്ദേഹത്തെ ഒരു തെറ്റിന് കാത്തിരിക്കുന്ന പോലെ തോന്നി. അപ്പോൾ 2 വെയിറ്റർമാർ മേശപ്പുറത്ത് മുണ്ട് മടക്കുന്നതിനിടയിൽ, ഇവന് 5 മിനിറ്റ് കൊടുക്ക്, എന്തെങ്കിലും തകർക്കും എന്ന് പറഞ്ഞ് ചിരിച്ചു. മുരുകൻ കേട്ടില്ലെന്ന് നടിച്ചു. അദ്ദേഹത്തിന്റെ യൂണിഫോം വൃത്തിയുള്ളതും ജോലിക്ക് യോജിച്ചതുമാണ്. പക്ഷേ അവർക്കത് മതിയായില്ല. ഒരു ഷെഫ്, ഇവനിവിടെ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയില്ല, എങ്ങനെ വന്നു എന്ന് പറഞ്ഞ് കൂട്ടച്ചിരി ഉണ്ടാക്കി. മുരുകന്റെ മനസ്സിൽ ഒരു ചെറിയ ഇളക്കം. വർഷങ്ങളായി ഇങ്ങനെ കേൾക്കുന്നു, പക്ഷേ ഇന്ന് എന്തോ വ്യത്യസ്തമാണ്. എങ്കിലും അദ്ദേഹം ശാന്തനായി. 2ാമത്തെ ലോഡ് കൊണ്ടുവരാൻ വാൻ ലക്ഷ്യമാക്കി നടന്നു. പിന്നിൽ ചിരിയും പരിഹാസവും കൂടി. വീണ്ടും അകത്ത് കയറിയപ്പോൾ ഹോട്ടലിന്റെ മുഖ്യ ഷെഫ് അരുൺ മുരുകൻ കൊണ്ടുവന്ന മീനിന്റെ ബോക്സ് പരിശോധിക്കുന്നു. ഇതാണോ ഇവർക്ക് അയക്കാൻ പറ്റിയത് എന്ന് പുച്ഛത്തോടെ പറഞ്ഞു. മുരുകൻ ശാന്തമായി, സർ, ഗുണമേന്മയിൽ പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ സപ്ലയറെ വിളിക്കാം എന്ന് പറഞ്ഞു. അരുൺ കൈവീശി, വെറുതെ വെക്ക് പോ എന്ന് പറഞ്ഞു. അരുൺ ഉച്ചത്തിൽ എല്ലാവരും കേൾക്കാൻ, ഇപ്പോ ഡെലിവറിക്കാർക്ക് ഇങ്ങനെ പെരുമാറാനും അറിയാമോ എന്ന് പറഞ്ഞു. ഒരു വെയിറ്റർ ചിരിച്ചു, മറ്റുള്ളവർ മുഖം താഴ്ത്തി. അവസാനം ഒരു ജോലിക്കാരൻ, ഡേയ്, ഒരു ബോക്സ് മറന്നു എന്ന് വിളിച്ചു. മുരുകൻ തിരിഞ്ഞു നോക്കി. എല്ലാം എടുത്തതല്ലേ? പക്ഷേ അവർ ചൂണ്ടിയ ബോക്സ് എടുത്തപ്പോൾ അത് കാലിയാണ്. നിന്നെ കളിപ്പിച്ചതാടാ എന്ന് അവർ കാറി. എല്ലാവരും ചിരിച്ചു. മുരുകന്റെ കൈ വാതിലിൽ നിന്നു. എല്ലാവരും നിശബ്ദമായി. അദ്ദേഹം തിരിഞ്ഞു, ഒരു ഗൗരവത്തോടെ, നിങ്ങളുടെ ഈ ഹോട്ടലിന് കുറവുള്ള ഒരു കാര്യം ഞാൻ കൊണ്ടുവന്നു, ബഹുമാനം എന്ന് പറഞ്ഞു. ആ ശബ്ദത്തിൽ ഒരു ശക്തിയുണ്ടായിരുന്നു. എല്ലാവരുടെ ചിരി നിന്നു. മുരുകൻ പുറത്തേക്ക് നടന്നു. പക്ഷേ യഥാർത്ഥ സർപ്രൈസ് ഇനി വരാനുണ്ട്. വാനിന്റെ അടുത്തുനിന്ന് മുരുകൻ ഒരു നിമിഷം ശ്വാസം വലിച്ചു. ഇതുപോലുള്ള അനുഭവങ്ങൾ പലതുണ്ട്, പക്ഷേ ഇന്നെന്തോ വ്യത്യാസം. ഹോട്ടലിന്റെ മിന്നുന്ന ബോർഡിലേക്ക് നോക്കി, നക്ഷത്രം എന്ന് സ്വർണ്ണലിപിയിൽ.
കുറച്ച് ആഴ്ച മുമ്പാണ് മുരുകൻ ഈ ഹോട്ടലിന്റെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കിയത്. ചെറിയ മുരുകന്റെ കഥ അതല്ല. തഞ്ചാവൂർ ഗ്രാമത്തിൽ ഒന്നുമില്ലാതെ വളർന്നവൻ. അച്ഛനും അമ്മയും കഠിനാധ്വാനം ചെയ്ത് നിന്റെ മൂല്യം നിന്റെ ജോലിയിലാണ് എന്ന് പഠിപ്പിച്ചു. 17-ാം വയസ്സിൽ ഒരു ചെറിയ ഇഡലി കടയിൽ പാത്രം കഴുകി തുടങ്ങി. അവിടെ ഷെഫുമാരെ വെയിറ്റർമാരെ നോക്കി. ഒരു ദിവസം ഞാൻ ഇതിനേക്കാൾ വലുതു ചെയ്യും എന്ന് സ്വപ്നം കണ്ടു. വർഷങ്ങൾ കൊണ്ട് മുരുകൻ അടുക്കളയിൽ നിന്ന് മാനേജറായി. ആദ്യത്തെ ചെറിയ ഹോട്ടൽ തുടങ്ങി. പിന്നെ നക്ഷത്രത്തിന്റെ ഉടമയാകാൻ അവസരം വന്നപ്പോൾ ഒട്ടും മടിച്ചില്ല. ഈ ഹോട്ടലിനെ ആഡംബരം മാത്രമല്ല, എല്ലാവർക്കും ബഹുമാനം നൽകുന്ന ഒരിടമാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പക്ഷേ ഉടമയാണെന്ന് ആദ്യം പറഞ്ഞില്ല. ജോലിക്കാർ ആരും നോക്കാത്തപ്പോൾ എങ്ങനെ പെരുമാറുന്നു എന്ന് മനസ്സിലാക്കണമായിരുന്നു. ഇന്ന് രാവിലെ അവർ ബഹുമാനം മറന്നതാണ് കണ്ടത്. മാറ്റം വേണം, അതും ഇന്ന്. മുരുകൻ ടാബ്ലറ്റിൽ കുറച്ച് കുറിപ്പുകളെടുത്തു. ഉച്ചയ്ക്ക് 3-ന് എല്ലാ ജോലിക്കാരെയും ഹോട്ടലിന്റെ മുഖ്യ ഹാളിൽ വിളിച്ചു. മാനേജർ കുമാർ എന്താണ് യോഗം എന്നറിയാതെ എല്ലാവരെയും ഒരുക്കി. ജോലിക്കാർ ചിലർ ജിജ്ഞാസയോടെ, ചിലർ മുഷിഞ്ഞ് ഹാളിൽ കൂടി. അരുൺ, മുഖ്യ ഷെഫ്, കൈകൾ കെട്ടി ഇതെന്തിനാണ്, ഞങ്ങൾക്ക് ജോലിയുണ്ട് എന്ന് പിറുപിറുത്തു. കുമാർ നെഞ്ചിടിപ്പോടെ വാതിൽക്കൽ നിന്നു. 3 മണിക്ക് വാതിൽ തുറന്നു. മുരുകൻ രാവിലെ ധരിച്ച ഡെലിവറി യൂണിഫോമിൽ അകത്തേക്ക് കയറി. എല്ലാവരും ഞെട്ടി. അരുൺ ചിരിച്ചു. ഇവനോ, ഇതെന്ത് തമാശ എന്ന് പറഞ്ഞു. മുരുകൻ ശാന്തനായി ഹാളിന്റെ നടുവിൽ നിന്നു. എല്ലാവരെയും ഒരു നിമിഷം നോക്കി. കുമാർ ആകാംക്ഷയോടെ, മുരുകൻ, ഇവിടെ എന്താണ്? ഇത് സ്റ്റാഫിനുള്ള യോഗമാണ് എന്ന് പറഞ്ഞു. മുരുകൻ ഒരു ചെറുപുഞ്ചിരിയോടെ, അറിയാം കുമാർ, അതുകൊണ്ടാണ് ഞാനിവിടെ. അരുൺ കൈവീശി. രാവിലെ ഡെലിവറിയുടെ കാര്യമാണെങ്കിൽ അതിനേക്കാൾ വലിയ ജോലി ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു. മുരുകൻ അരുണിനെ നോക്കി. നിന്റെ വാക്ക് ശരിയാണ് ഷെഫ് അരുൺ. പക്ഷേ ഇത് ഡെലിവറിയെക്കുറിച്ച് മാത്രമല്ല, അതിനേക്കാൾ വലുതാണ്. എല്ലാവരും നിശബ്ദരായി. മുരുകൻ തുടർന്നു. എന്റെ പേര് മുരുകൻ. 3 ആഴ്ച മുമ്പ് ഞാൻ നക്ഷത്രത്തിന്റെ പുതിയ ഉടമയായി. ഇത് എന്റെ ഹോട്ടലാണ്. ഹാളിൽ ഒരു നിശബ്ദത. അരുണിന്റെ ചിരി മാഞ്ഞു. വെയിറ്റർമാർ തല താഴ്ത്തി. കുമാർ ഞെട്ടലോടെ, നിങ്ങളാണ് ഉടമ എന്ന് ചോദിച്ചു. മുരുകൻ ശാന്തമായി, അതെ. പക്ഷേ ഇവിടെ ഞാൻ ആരാണെന്ന് കാണിക്കാനല്ല വന്നത്. ബഹുമാനത്തിന്റെ കാര്യമാണ്. രാവിലെ നിങ്ങൾ എന്നെ ഒരു ഡെലിവറി ഡ്രൈവർ മാത്രമായി കണ്ടു. എന്റെ ജോലിയെ, എന്റെ വേഷത്തെ നിങ്ങൾ പുച്ഛിച്ചു. അത് എന്നെ മാത്രമല്ല, ഈ ഹോട്ടലിനെയാണ് കളങ്കപ്പെടുത്തുന്നത്. അരുൺ എന്തോ പറയാൻ തുടങ്ങി, പക്ഷേ മുഴുവനാക്കിയില്ല. മുരുകൻ തുടർന്നു. നിങ്ങൾ എന്നെ അറിയും, മുമ്പേ വിധി കൽപ്പിച്ചു. ഇവിടെ വരുന്നവർ, അവർ ഉപഭോക്താവോ ജോലിക്കാരോ ഡെലിവറിക്കാരോ ആയാലും ബഹുമാനമർഹിക്കുന്നു. ഇതാണ് ഞാനിവിടെ കാണാൻ ആഗ്രഹിക്കുന്നത്. ജോലിക്കാരുടെ മുഖത്തൊരു ലജ്ജ. അവർക്ക് മനസ്സിലായി തെറ്റ് ചെയ്തു. മുരുകന്റെ ശബ്ദം മൃദുവായി, ഞാനൊരുടമയായി തുടങ്ങിയതല്ല. നിങ്ങളുടെ സ്ഥാനത്ത് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. പാത്രം കഴുകി, തറ തുടച്ചു, ബോക്സുകൾ ചുമന്നു. ആ ജോലികൾ ഷെഫിന്റെയോ മാനേജറുടെയോ ജോലിയോളം വിലയുള്ളതാണ്. അവയില്ലാതെ ഈ ഹോട്ടൽ നിൽക്കില്ല. എല്ലാവരും നിശബ്ദരായി. മുരുകൻ തുടർന്നു. ഇന്നു മുതൽ നമുക്കൊരു പുതിയ തുടക്കം വേണം. എല്ലാ ജോലിയെയും എല്ലാ മനുഷ്യനെയും ബഹുമാനിക്കുന്ന ഒരു ഹോട്ടൽ. ആർക്കെങ്കിലും ഇതിനോട് യോജിക്കാൻ പറ്റില്ലെങ്കിൽ ഈ ടീമിൽ അവർക്ക് സ്ഥാനമില്ല. അരുൺ നാണത്തോടെ, ഞാൻ ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞു. മുരുകൻ അവരെ തടഞ്ഞു. വാക്കുകളല്ല, പ്രവൃത്തിയാണ് വേണ്ടത് ഷെഫ്. നിന്റെ മാറ്റം കാണിക്കൂ. മുരുകൻ പുറത്തേക്ക് നടന്നു. പക്ഷേ ഒരു വാക്കുകൂടി പറഞ്ഞു. ബഹുമാനം ഒന്നിനും വില കൊടുക്കേണ്ട. പക്ഷേ അതിന്റെ അഭാവം എല്ലാം നഷ്ടപ്പെടുത്തും. ജോലിക്കാർ മുരുകൻ പോയ ശേഷം നിശബ്ദരായിരുന്നു. നക്ഷത്രം ഹോട്ടൽ ആദ്യമായി അതിന്റെ പേരർഹിക്കുന്ന ഒരിടമാകാൻ പോകുന്നു. ഈ കഥ ഒരു ഹോട്ടലിന്റെ മാത്രമല്ല, നമ്മളെക്കുറിച്ചാണ്. എത്ര തവണ നമ്മൾ ഒരാളെ അവരുടെ കഥ അറിയാതെ വിധിക്കുന്നു? എത്ര തവണ അഹങ്കാരമോ മുൻവിധിയോ നമ്മെ അന്ധരാക്കുന്നു? നമുക്കൊരു മാറ്റം വരുത്താം, അല്ലേ? ജോലിസ്ഥലത്തോ വീട്ടിലോ തെരുവിലോ എല്ലാവരോടും ബഹുമാനത്തോടെ, ദയയോടെ പെരുമാറാം. അതാണ് നക്ഷത്രത്തിന്റെ യഥാർത്ഥ തിളക്കം.